അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് 8ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസു സാമിനു ഖളാഉൽ ഹാജ, മലമൂത്ര വിസർജനം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ പാഠഭാഗം ആദ്യം നന്നായി വായിക്കാൻ പഠിക്കണം. അതിനുശേഷം പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കണം. അതിനുശേഷം എക്സസൈസിലേക്ക് പോകാം നമുക്ക്. അദ്ദറസു സാമിനു ഖളാഉൽ ഹാജ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തൻസിഹു മിനൽ ബൗലി ഫഇന്ന അഅമത അദാബിൽ ഖബരി മിൻഹു വയുസ്തഹബ്ബു ലിമുരീദിൽ ഖലാഇ അൻ യതനഅല വയസ്തുറ റഅസഹു വയുഖദ്ദിമു റിജ്ലഹുൽ യുസ്ര വഅൻ യഖൂല ഇൻദ ദുഖൂലി ഫിൽ ഖലാഇ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി വയുനഹിയ അൻഹു മാ ഫീഹി ദിക്റുല്ലാഹി വറസൂലിഹി വകുല്ലു ഇസ്മി മുഅല്ലമിൻ മിസ്ൽ ഖാതമി നുഖിഷ ഫീഹി ഇസ്മുല്ലാഹി വയജ്ലിസ മുഅ്തമിദൻ അലാ യസാരിഹി വലാ യുതീലുൽ ഖുഊദ വയഖൂല ബഅദൽ ഇസ്തിൻജാഇ അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി വയുഖദ്ദിമൽ യുംന ഇൻദൽ ഖുറൂജി വയഖൂല ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. അൽ ഇസ്തിൻജാഉ ഹുവ ഇസാലത്തുൽ ഖാരിജി മിനസ് സബീലൈനി ബിൽ മാഇ വനഹ്വിഹി വഹുവ വാജിബും മിനൽ ബൗലി വൽ ഗായിത്തി വകുല്ലി നജസി ഖാരിജി മിൻ അഹദിസ് സബീലൈനി വയസ്തൻജി ബിൽ യദിൽ യുസ്ര ലാ ബിൽ യുംന ഇല്ലാ ലിഗുദ്രി വയതയഖ്ഖനു ബിസവാലി അസരിൻ നജാസ വയഗ്സിലു യദഹു ബഅദഹു ബിസ്സാബൂനി വനഹ്വിഹി വയജൂസുൽ ഇസ്തിൻജാഉ ബിൽ വറഖിൻ നശാഫി ഇൻദ അദമി തവാജുദിൽ മാഇ. മക്റൂഹാത്തു ഖളാഇൽ ഹാജ. വയുക്റഹു ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി വസ്തിദ്ബാറുഹ വൽ ബൗലു ഖായിമൻ ബിലാ ഗുദ്രിൻ വൽ ബൗലു വൽ ഗായിത്തു ഫിൽ മാഇർ റാകിദി വത്വരീഖി വല്ലില്ലി വൽ ജുഹരി വൽ മക്കാനിൽ മുഅദ്ദി ലിതഹദ്ദുസിൻ നാസി വതഹത മുസ്മിറത്തിൻ വതകല്ലുമു മിൻ ഗൈരി ഉദ്രിൻ വൽ ബുസാഖ് ഫിൽ ബൗലി. ഇനി നമുക്ക് പാഠഭാഗത്തിൽ തന്നിട്ടുള്ള അർത്ഥം നോക്കാം. അൽ മഅന ഖലാ വിസർജന സ്ഥലം, ഖാതമുൻ മോതിരം, ദുഖൂലുൻ പ്രവേശിക്കൽ, ഖുബ്സ് ആൺപിശാചുക്കൾ, ഫവാഹിഷ് നീചവൃത്തികൾ, ഖബായിസ് പെൺപിശാചുക്കൾ, ഇസ്തിൻജാ ശൗചം ചെയ്യൽ, ഇസാലത്ത് നീക്കം ചെയ്യൽ, ജുഹർ മാളം, സ്വാബൂൻ സോപ്പ്, ത്വരീഖ് വഴി, ബുസാഖ് തുപ്പൽ, അസർ അടയാളം. അൽ വറഖത്തുൻ നശാഫ് ബ്ലോട്ടിംഗ് പേപ്പർ, ആമത്തുൽ അവാബ് അധിക ശിക്ഷ, ഇസ്തൻസഹ ശുദ്ധമായിരിക്കുക. പാഠഭാഗം നന്നായി വായിക്കാൻ പഠിച്ചുവല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് പോകാം. അദ്ദറസു സാമിനു പാഠം 8 ഖളാഉൽ ഹാജ, മലമൂത്ര വിസർജനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്തൻസിഹു മിനൽ ബൗലി ഫഇന്ന അഅമത അദാബിൽ ഖബരി മിൻഹു. മൂത്രത്തിൽ നിന്ന് നിങ്ങൾ ശുദ്ധിയാകുക, നിശ്ചയം അതിനാലാണ് ഖബറിലെ അധിക ശിക്ഷയും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? മൂത്രമൊഴിച്ചാൽ കഴുകി വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ നാളെ ഖബർ ശിക്ഷയ്ക്ക് നമ്മൾ വിധേയരാകുന്നതാണ്. അതിനാൽ നമ്മൾ അത് ശീലിക്കുകയും നമ്മുടെ സഹോദരങ്ങളെ അത് ശീലിപ്പിക്കുകയും ചെയ്യുക. വയുസ്തഹബ്ബു ലി മുരീദിൽ ഖലാഇ,
വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നവന് സുന്നത്താക്കപ്പെടും. അയ്യത്തനഅല പാദരക്ഷ ധരിക്കുക. വയസ്തുറ റഅസഹു തല മറയ്ക്കുക. വയുഖദ്ദിമ റിജ്ലഹുൽ യുസ്ര ഇടതുകാലിനെ മുന്തിക്കുക. വഅയ്യഖൂല ഇൻദ ദുഖൂലി ഫിൽ ഖലാഇ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പറയണം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി. അള്ളാഹുവേ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ അഭയം തേടുന്നു. വയുനഹി അൻഹു മാഫി അവനെ തൊട്ട് നീക്കി വെക്കുക. ദിക്റുല്ലാഹി വറസൂലിഹി വകുല്ലു ഇസ്മിൻ മുഅല്ലമിൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരുകളും മറ്റു ബഹുമാനിക്കപ്പെടുന്ന പേരുകളും എഴുതിയത്. മിസ്ലു ഖാതമി നുഖിഷ ഫീഹി ഇസ്മുല്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊത്തിവെക്കപ്പെട്ട മോതിരം പോലെ. വയജ്ലിസു മുഅ്തമിദൻ അലാ യസാരിഹി ഇടതുഭാഗത്ത് ഭാരം കൊടുത്തുകൊണ്ട് ഇരിക്കുക. വലാ യതീലുൽ ഖുഊദ ഇരുത്തത്തെ ദീർഘിപ്പിക്കാതിരിക്കുക. വയഖൂല ബഅദൽ ഇസ്തിൻജാഇ ശുചിയാക്കിയ ശേഷം പറയണം, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി അള്ളാഹുവേ, നീ എൻ്റെ ഹൃദയത്തെ കാപട്യത്തെ തൊട്ട് ശുദ്ധീകരിക്കുകയും എൻ്റെ ഗുഹ്യസ്ഥാനത്തെ അസന്മാർഗിക പ്രവർത്തനങ്ങളെ തൊട്ട് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. വയുഖദ്ദിമൽ യുംന ഇൻദൽ ഖുറൂജി പുറപ്പെടുമ്പോൾ വലതുകാൽ മുന്തിക്കുക. വയഖൂല ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്നെ തൊട്ട് വിഷമങ്ങളെ നീക്കിത്തരികയും എന്നെ സുഖപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹുവേ, നിന്നോട് ഞാൻ മാപ്പിനെ ചോദിക്കുന്നു എന്ന് പറയുക. അൽ ഇസ്തിൻജാഉ ശുചിയാക്കൽ. ഹുവ അത് ഇസാലത്തുൽ ഖാരിജി മിനസ് സബീലൈനി ബിൽ മാഇ വനഹ്വിഹി മുൻ പിൻ ദ്വാരത്തിൽ നിന്നും പുറപ്പെട്ട വസ്തുവിനെ വെള്ളമോ അതുപോലുള്ള വസ്തു കൊണ്ടോ നീക്കം ചെയ്യുന്നതാകുന്നു. വിസർജന സ്ഥലത്തു നിന്ന് വരുന്ന ഏതൊരു മാലിന്യത്തെയും ശുദ്ധിയാക്കൽ നിർബന്ധമാകുന്നു. വയസ്തൻജി ബിൽ യദിൽ യുസ്ര ലാ ബിൽ യുംന ഇടത് കൈകൊണ്ടാണ് ശുദ്ധീകരണം നടത്തേണ്ടത്, വലതു കൈകൊണ്ടല്ല. ഇല്ലാ ലി ഉദ്രി കാരണം കൂടാതെ. വയതയഖ്ഖനു ബിസവാലി അസരിൻ നജാസ നജസിൻ്റെ അടയാളം നീങ്ങിയെന്ന് ഉറപ്പുവരുത്തണം. വയഗ്സിലു യദഹു ബഅദഹു ബിസ്സാബൂനി വനഹ്വിഹി അതിനുശേഷം സോപ്പ് അല്ലെങ്കിൽ അതുപോലുള്ളവ കൊണ്ട് കൈ കഴുകണം. വയജൂസുൽ ഇസ്തിൻജാഉ ശുചിയാക്കൽ അനുവദനീയമാണ്. ബിൽ വറഖിൻ നശാഫി ഇൻദ അദമി തവാജുദിൽ മാ വെള്ളമില്ലാത്ത അവസരത്തിൽ ബ്ലോട്ടിംഗ് പേപ്പർ കൊണ്ട്. മക്രൂഹാത്തു ഖളാഇൽ ഹാജ വിസർജനം നടത്തുമ്പോൾ കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങൾ. വയുക്റഹു ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി വ ഇസ്തിദ്ബാറുഹ ഖിബ്ലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കൽ. വൽ ബൗലു ഖായിമൻ ബിലാ ഉദ്രിൻ കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ. വൽ ബൗലു വൽ ഗായിതു ഫിൽ മാഇർ റാക്കിദി കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം ചെയ്യൽ. വത്വരീഖി വഴിയിൽ. വല്ലില്ലി മരത്തണലിൽ. വൽ ജുഹരി മാളത്തിൽ. വൽ മക്കാനിൽ മുഅദ്ദി ലി തഹദ്ദുസിൻ നാസി ജനങ്ങൾ സംസാരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത്. വ തഹ്ത മുസ്മിറത്തിൻ ഫലം കായ്ക്കുന്ന മരച്ചുവട്ടിലും. വ തകല്ലുമു മിൻ ഗൈരി ഉദ്രിൻ കാരണം കൂടാതെ സംസാരിക്കൽ. വൽ ബുസാഖു ഫിൽ ബൗലി വിസർജനത്തിൽ തുപ്പൽ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് വിസർജന മര്യാദകളാണ് നാം പഠിക്കുന്നത്, അല്ലേ?
ഖബറിൽ അധിക ശിക്ഷയും മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാകുന്നതിനെ ചൊല്ലിയാണ് എന്ന് നിബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിസർജന സ്ഥലത്ത് പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ട സുന്നത്തുകളെക്കുറിച്ചാണ് ആദ്യം പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. പാദരക്ഷ ധരിക്കുക, തല മറയ്ക്കുക, പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ മുന്തിക്കുക, പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് പറയുക. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരുകളും മറ്റു ബഹുമാനിക്കപ്പെടുന്ന പേരുകളുമൊന്നും എഴുതിയത് കൊണ്ടുപോകാതെയിരിക്കുക. ഇടത് ഭാഗത്ത് ഭാരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇരുത്തത്തെ ദീർഘിപ്പിക്കാതിരിക്കുക. ശുദ്ധിയാക്കിയ ശേഷം അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന് പറയുക. പുറപ്പെടുമ്പോൾ വലതുകാലിനെ മുന്തിക്കുക. പുറപ്പെടുന്ന സമയത്ത് ഓഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വ അഫാനി എന്ന് പറയുക. ഇതൊക്കെയാണ് സുന്നത്തായ കാര്യങ്ങൾ. അടുത്തതായി പറയുന്നത് എന്താണ് ശുദ്ധീകരണം എന്നാണ്. മുൻപിൻ ദ്വാരത്തിൽ നിന്നും പുറപ്പെട്ട വസ്തുവിനെ വെള്ളമോ അതുപോലുള്ള വസ്തുവോ കൊണ്ട് നീക്കം ചെയ്യുന്നതിനാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. വിസർജന സ്ഥലത്ത് നിന്നും പുറപ്പെടുന്ന മാലിന്യത്തെ ശുദ്ധീകരിക്കേണ്ടത് നിർബന്ധമാണ്. ഇടത് കൈകൊണ്ടാണ് ശുദ്ധീകരണം നടത്തേണ്ടത്. കാരണം കൂടാതെ വലത് കൈകൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല. നജസിൻ്റെ അടയാളം നീങ്ങിയെന്ന് ഉറപ്പുവരും വരെ ശുദ്ധിയാക്കണം. അതിനുശേഷം സോപ്പ് അതുപോലുള്ളവ കൊണ്ട് കൈകൾ വൃത്തിയാക്കണം. വെള്ളമില്ലാത്ത അവസരങ്ങളിൽ ബ്ലോട്ടിംഗ് പേപ്പർ കൊണ്ട് ശുദ്ധീകരിക്കാവുന്നതാണ്. പിന്നീട് പറയുന്നത് വിസർജനം കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഖിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കുക, കാരണം കൂടാതെ നിന്ന് മൂത്രിക്കുക, കെട്ടിനിൽക്കുന്ന വെള്ളത്തിലും വഴിയിലും മരത്തണലിലും മാളത്തിലും ജനങ്ങൾ സംസാരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്തും ഫലം കായ്ക്കുന്ന മരച്ചുവട്ടിലും മലമൂത്ര വിസർജനം ചെയ്യുക, കാരണം കൂടാതെ സംസാരിക്കുക, വിസർജനത്തിൽ തുപ്പുക, ഇതൊക്കെ കറാഹത്തായ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. അജിബ് അൽ അവ്വലു മാ ഹുവ അൽ ഇസ്തിൻജാ വ മാ ഹുക്മുഹു. എന്താണ് ശുദ്ധീകരണം? അതിൻ്റെ വിധി എന്ത്? അൽ ഇസ്തിൻജാഉ ഹുവ ഇസാലത്തുൽ ഖാരിജി മിന സബീലൈനി ബിൽ മാഇ വ നഹ്വിഹി വ ഹുവ വാജിബുൻ. അസാനി മാദാ യുഖാലു ബഅദൽ ഇസ്തിൻജാ. ശുദ്ധീകരണത്തിനു ശേഷം എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. അസാലിസു, അവിടെ റാബിയാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റിപ്പോയതായിരിക്കാം. സാലിസാണ് കേട്ടോ. മാദാ യുഖാലു ഇൻദൽ ഖുറൂ മിനൽ ഖലാ. വിസർജന സ്ഥലത്ത് നിന്നും പുറപ്പെടുമ്പോൾ എന്താണ് പറയേണ്ടത്? ഓഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വ അഫാനി. അക്മിൽ, പൂരിപ്പിക്കുക. ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൻസിഹു മിനൽ ബൗലി ഫ ഇന്ന ഡാഷ് ഫ ഇന്ന ആമത അദാബിൽ ഖബരി മിൻഹു. ബയ്യൻ, വിശദീകരിക്കുക. അൽ-അവ്വലു ഉമൂറൻ തുസ്തഹബ്ബു ലി മുരീദിൽ ഖലാ. വിസർജന സ്ഥലത്ത് പാലിക്കേണ്ട സുന്നത്തായ കാര്യങ്ങൾ. അസ്സാനി മക്രൂഹാത്തി ഖളാഇൽ ഹാജ. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെ? ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാവുന്നതേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.